ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ നല്ല പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയമുള്ളവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. ഈ നല്ല സമയത്ത് ദൈവസന്നിധിയിൽ ഇങ്ങനെ വചനവുമായി നിൽക്കുവാൻ സർവകൃപാലുവായ ദൈവം എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊരു അവസരം ഒരുക്കിയതിനായി ഞാൻ ദൈവത്തെ നന്ദിയോടെ വാഴ്ത്തുകയാണ്. ലോകവ്യാപകമായി കോവിഡിൻ്റെ ഭീതിയാൽ ജനങ്ങളെല്ലാം ഭാരപ്പെട്ട് പേടിയുടെ നിഴലിൽ ജീവിക്കുന്ന ഈ കാലയളവിൽ സർവശക്തനായ ദൈവം നമ്മെ ഒക്കെയും കാക്കുന്നതോർത്ത് ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു. രോഗങ്ങളിലും പ്രയാസങ്ങളിലും ആയിരിക്കുന്നവരെ ദൈവം ആശ്വസിപ്പിക്കുകയും സൗഖ്യമാക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഈ പകൽക്കാലത്തെ ചിന്തയ്ക്കായി ഒരു വേദവചനം വായിക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. അതിനാധാരമായി റോമാലേഖനം 8-ാം അധ്യായം 35 മുതലുള്ള വാക്യങ്ങൾ നാം ഇന്ന് ധ്യാനിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 35 മുതലുള്ള വാക്യങ്ങൾ നാം ഇന്ന് പകൽക്കാലം ധ്യാനിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന് വായിച്ചാട്ടെ. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നത് ആര്? കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ നിന്റെ നിമിത്തം ഞങ്ങളെ ഇടപെടാതെ കൊല്ലുന്നു. ആമേൻ. അറുക്കുവാനുള്ള ആടുകളെ പോലെ ഞങ്ങളെ എണ്ണുന്നു എന്നെഴുതിയിരിക്കുന്നുവല്ലോ. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റു യാതൊരു സൃഷ്ടിക്കും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുവാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ഉറപ്പോടെ പൗലോസ് ഇവിടെ പ്രഖ്യാപിക്കുകയാണ്, ആഹ്വാനം ചെയ്യുകയാണ്. ജയത്തിൻ്റെ ഒരു ആഹ്വാനത്തെയാണ് നാം വാക്കുകളിൽ കേൾക്കുവാനിടയായ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമുക്ക് നൽകിയ ദൈവിക സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിടിക്കുവാൻ അല്ലെങ്കിൽ വേർപെടുത്തുവാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല എന്നുള്ള വിശ്വാസത്തിൻ്റെ ജയത്തിൻ്റെ ഘോഷമാണ് ഇവിടെ നാം വായിച്ചു കേട്ടത്. ഒരു ജയാളിയുടെ ഒരു ക്രിസ്തു ഭക്തൻ്റെ അല്ലെങ്കിൽ ഒരു ഭടൻ്റെ വിജയത്തിൻ്റെ ഘോഷണമാണ് ഈ വാക്കുകളിൽ, ഈ വചനങ്ങളിൽ നാം വായിച്ചു കേട്ടത്. ഇവിടെ ഇന്ന് ഈ പകൽക്കാലം നിങ്ങളോട് ചിന്തിക്കുവാൻ, നിങ്ങളോട് ഒരുമിച്ച് ധ്യാനിക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയം ഇത് തന്നെയാണ്. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആർ നമ്മെ വിടുവിക്കും? ആഴമായ ചിന്തയെ ഇന്ന് പകൽക്കാലം നമുക്ക് ധ്യാനിക്കാം. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് വേർപെടുവിക്കുന്ന 2 തലങ്ങളിലുള്ള പിശാചിൻ്റെ അതിശക്തമായ ആ യുദ്ധം, അതിൻ്റെ ആ ശക്തിയെക്കുറിച്ച് പൗലോസ് ഇവിടെ പറയുകയാണ്. ദൃശ്യമായ യുദ്ധങ്ങളും അദൃശ്യമായ യുദ്ധങ്ങളും 2 തലത്തിലാണ് പിശാച് ഒരു വിശ്വാസിയെ ദൈവകൃപയിൽ നിന്ന്, ദൈവസ്നേഹത്തിൽ നിന്ന് വേർപെടുവിക്കുവാനായി എയ്യുന്നത് അല്ലെങ്കിൽ ആക്രമിക്കുവാൻ കൊണ്ടുവരുന്ന ആയുധം. 2 തലത്തിൽ. ഒന്ന്, പീഡകൾ. അവൻ്റെ ദൃശ്യമായ കാണുവാൻ തക്കതായ രീതിയിലുള്ള പ്രതികൂലങ്ങൾ അവൻ്റെ മുന്നിൽ അയച്ച് അവനെ തകർക്കുവാനായി പിശാച് കൊണ്ടിടുമ്പോൾ, അദൃശ്യലോകത്തിൽ നാം കാണാതെ വണ്ണം ആത്മമണ്ഡലത്തിൽ നമുക്കെതിരെ വ്യാപരിക്കുന്ന പോരുകൾ, 2 ശക്തികൾ ഒരു വിശ്വാസിയുടെ ആത്മനിലയെ, അവൻ്റെ ആത്മശക്തിയെ, അവൻ ദൈവത്തോടുള്ള വിശ്വാസത്തെ, ദൈവിക സ്നേഹത്തെ, ആ സ്നേഹത്തിൽ നിന്ന്
നിന്ന് വേർപിടിവിക്കുവാനായി അവനിൽ വ്യാപരിക്കുന്നു. ഒന്ന് ദൃശ്യമാണ്, രണ്ടാമത് അദൃശ്യമാണ്. ദൃശ്യമായ വിഷയമാണ് 35 വാക്യത്തിൽ നമ്മൾ വായിച്ചത്. ആ 35 വാക്യത്തിൽ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിടിവിക്കുന്ന ആരെന്ന് ചോദിച്ചിട്ട് അവിടെ പറയുകയാണ്, കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ. ഹല്ലേലൂയ. ഇതുപോലെ ഇത് ദൃശ്യമാണ്, നമുക്കെതിരെ വരുന്ന, നാം കാണുവാൻ കഴിയുന്ന പോരാട്ടമാണിത്. നമ്മെ തകർക്കുവാൻ സ്നേഹത്തിൽ നിന്ന്, ദൈവസ്നേഹത്തിൽ നിന്ന്, ക്രിസ്തീയ സ്നേഹത്തിൽ നമ്മെ നമ്മളെ മാറ്റുവാൻ, വേർപെടുവിക്കുവാനായി വരുന്ന ശക്തിയാണിത്. ദൃശ്യമായ ശക്തിയാണ്. പക്ഷേ അതിന്റെ താഴെ 37 മുതൽ നമ്മൾ വായിക്കുന്നത്, 38 മുതലുള്ള വാക്യത്തിൽ വായിക്കുന്നത് എന്തുവാ അവിടെ വായിക്കുന്നത്? മരണം, ജീവൻ, ദൂതന്മാർ, വാഴ്ചകൾ, അധികാരങ്ങൾ, ഇപ്പോഴുള്ളത്, വരുവാനുള്ളത്, ഉയരം, ആഴം, മറ്റു യാതൊരു സൃഷ്ടിക്കും. ഈ അദൃശ്യ മണ്ഡലത്തിലെ ആ വിഷയത്തെ നാം കാണുന്നില്ല, കാണാൻ കഴിയാത്ത അദൃശ്യ മണ്ഡലത്തിൽ നിന്ന് നമുക്കെതിരെ, നമ്മുടെ ദൈവിക സ്നേഹത്തിൽ നിന്ന്, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപെടുവിക്കുവാനായി പിശാച് പ്രയോഗിക്കുമ്പോൾ ഒരു യോദ്ധാവ് ദൃശ്യമോ അദൃശ്യമായ പോരാട്ടത്തിൽ ജയിച്ച് അതിനെ ജയവീരാളിയായി ഘോഷണപ്പെടുത്തുന്ന, അല്ലെങ്കിൽ പ്രഖ്യാപിക്കുന്ന, വിളംബരം ചെയ്യുന്ന വാക്കുകളാണ് ഇവിടെ വായിച്ചത്. ഈ 2 ശക്തികൾക്കും ഇതിനൊന്നിനും യാതൊരു സൃഷ്ടിക്കും എൻ്റെ ദൈവ സ്നേഹത്തിൽ നിന്ന്, ക്രിസ്തുവിനുള്ള എൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിടിവിക്കുവാൻ കഴിയുകയില്ല. അത് നിശ്ചയിച്ച് ഉറപ്പിച്ചിരിക്കുന്ന കാര്യമാണ്. 8-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ റോമാലേഖനത്തിലെ അതിശക്തമായ ഈടുറ്റ അധ്യായമാണ് റോമാലേഖനം 8-ാം അധ്യായം. 8-ാം അധ്യായത്തിന്റെ അകത്ത് ആഴമേറിയ ചിന്തകളാ പൗലോസ് നമ്മളെ വരച്ചു കാണിക്കുന്നത്, ഒരു വിശ്വാസിയെ ഉറപ്പിക്കുന്നത്, അവരുടെ വിശ്വാസത്തിന്റെ ആഴമേറിയ ആശയങ്ങളെ, വിഷയങ്ങളെ, ഡോക്ട്രിൻസിനെ, ആ ഉപദേശത്തെ ആഴമായി മനസ്സിലാക്കി ഒരു വിശ്വാസിയെ ഉറപ്പിക്കുന്ന അധ്യായമാണ് 8-ാം അധ്യായം റോമാലേഖനത്തിൽ. നാം 5 വിധ കാര്യങ്ങൾ ചിന്തിക്കുവാൻ പോകുകയാണ്. നമ്മെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് അകറ്റി മാറ്റിയിരുന്ന 5 കൂട്ടം കാര്യങ്ങൾ. ഇപ്പോൾ നാം ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ ശരിക്കും ആ സ്നേഹത്തിന്റെ ചങ്ങലയാൽ നാം ഇപ്പോൾ ബന്ധിക്കപ്പെട്ടവരായി ആ സ്നേഹത്തിന്റെ ആഴമേറിയ അനുഭവത്തിൽ നാം ജീവിക്കുകയാണ്. ഒരു കാലത്ത് യേശുവിനെ അറിയാതിരുന്ന, ഈ ദൈവത്തെ അറിയാതിരുന്ന കാലത്ത് ദൈവത്തോട്, ക്രിസ്തുവിനോട് നമ്മെ വേർപെടുത്തിയിരുന്ന 5 കൂട്ടം വിഷയങ്ങൾ ഈ ലേഖനത്തിലെ 8-ാം അധ്യായത്തിൽ പൗലോസ് ആത്മാവിൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആ 5 വിധ വിഷയങ്ങളെ ഇന്ന് ഈ പകൽക്കാലം നാം ധ്യാനിക്കുവാൻ പോകുകയാണ്. എന്തായിരുന്നു വിശ്വാസിയെ ദൈവത്തിൽ നിന്ന് അകറ്റിയിരുന്നത്, വേർപെടുത്തിയിരുന്നത്, ദൈവത്തോട് അടുക്കുവാൻ കഴിയാതിരുന്ന 5 കൂട്ടം വിഷയം? ആ 5 കൂട്ടം വിഷയത്തിൽ നിന്ന് ദൈവം യേശുവിൽ കൂടെ ആത്മാവിൽ അതിൽ നിന്ന് വിടുതൽ കൊടുത്ത് ആ സകലരെ നമ്മെ ക്രിസ്തുവിനോട് ബന്ധിപ്പിച്ചു, പിതാവിനോട് ബന്ധിപ്പിച്ചു. ആ സ്നേഹത്തിലേക്ക്, ആത്മീയ കൂട്ടായ്മയിലേക്ക്, ഊഷ്മള സ്നേഹത്തിലേക്ക് ദൈവം നമ്മെ നയിച്ചു. ആ സ്നേഹ ബന്ധത്തിൽ, ആ ബന്ധത്തിൽ തുടരുന്ന നമ്മെ ഇനിയും ഒരു ശക്തിക്ക്, അത് ദൃശ്യമായാലും അദൃശ്യമായാലും വേർപിടിപ്പിക്കുവാൻ കഴിയുകയില്ല എന്ന് ഉറപ്പോടെ പ്രഖ്യാപിക്കുകയാണ്. എന്താണ് വിശ്വാസിയെ ദൈവ കൃപയിലേക്ക് വരുന്നതിന് മുമ്പേ, ദൈവസ്നേഹത്തിലേക്ക് വരുന്നതിന് മുമ്പേ വേർപെടുത്തിയിരുന്നത്? ആ 5 കൂട്ടം വിഷയങ്ങളെ ധ്യാനിച്ച് പ്രാർത്ഥിച്ച് നമുക്ക് ഈ യോഗം അവസാനിപ്പിക്കാം. 1-ാമത്തെ വിഷയത്തിലേക്ക് നമുക്ക് കിടക്കാം. എന്തായിരുന്നു എന്നെയും നിങ്ങളെയും ക്രിസ്തുവിന്റെ ദൈവസ്നേഹത്തിൽ നിന്ന് അകറ്റിയിരുന്നത്, വേർപെടുവിച്ചിരുന്നത്? ആ വേർപെടുവിച്ച വിഷയത്തിൽ നിന്ന് നമ്മെ ദൈവം വിടുവിച്ച് അവന്റെ സ്നേഹ കൂട്ടായ്മയിലേക്ക്, ഊഷ്മള
രക്ഷാബന്ധത്തിലേക്ക് നമ്മെ ദൈവം കൊണ്ടുവന്നിരിക്കുകയാണ്. ഒന്നാമത്തെ വിഷയത്തിലേക്ക് നമുക്ക് കിടക്കാം. ആ 8-ാം അധ്യായത്തിന്റെ അതിൽ 2ഉം 3ഉം വാക്യങ്ങളൊന്ന് വായിച്ചാട്ടെ. 1, 2, 3 വാക്യങ്ങളൊന്ന് വായിച്ചാട്ടെ. അതുകൊണ്ട് ഇപ്പോൾ യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെ മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. എന്നെ അല്ലെങ്കിൽ ഈ വിഷയത്തിന് ഒന്നാമത്തത് പാപം, മരണം എന്നെ ഒരു കാലത്ത് ദൈവസ്നേഹത്തിൽ നിന്ന്, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് വേർപെടുത്തിയിരുന്നതാണ്. അല്ലിയ ഞാൻ പാപിയായിരുന്നത് കൊണ്ട്, അത് മരണമെന്ന ആത്മീയ മരണം എന്നിൽ സംഭവിച്ചതുകൊണ്ട് ഞാൻ ക്രിസ്തുവിൽ നിന്ന്, ദൈവസ്നേഹത്തിൽ നിന്ന് അന്യനായി വേർപെട്ട് ജീവിച്ച ഒരു കാലയളവ്. അല്ലെ ഇതിന്മേൽ അല്ലെ എന്നെ ആ ദൈവസ്നേഹത്തിലേക്ക് കൊണ്ടുവന്നത്, അല്ലെ ദൈവത്തിന്റെ ക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്ക് കൊണ്ടുവന്നത് വേറെ ആരുമല്ല, ഒരു സംഘടനയല്ല, ഒരു ശക്തിയല്ല, വേറൊരു മാർഗവുമല്ല. അത് എന്നെ കൊണ്ടുവന്നത് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി മൂലമാണ്. ക്രിസ്തുവേശുവിൽ കൂടെയാണ് പിതാവിനെ സ്നേഹിച്ചത്. ആത്മാവാണ് ഇവിടെ എന്നിൽ പ്രവർത്തിച്ചത്. ഈ അധ്യായം നമ്മൾ വായിക്കുമ്പോൾ 5 കൂട്ടം വിഷയം എന്നെയും നിങ്ങളെയും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് വേർപെടുവിച്ചിരുന്നു. അതിൽ നിന്ന് ക്രിസ്തു നമ്മെ ക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്ക്, ദൈവ സ്നേഹത്തിലേക്ക് കൊണ്ടുവന്നു. ആ കൂട്ടായ്മയിലേക്ക് ദൈവം നമ്മെ വിളിച്ചു. ഊഷ്മളമായ സ്നേഹത്തിലേക്ക് നമ്മെ ബന്ധിപ്പിച്ചു. ഇതിന് കാരണമായത് പരിശുദ്ധാത്മാവാണ്, ആത്മാവാണ്. ആത്മാവിനെ കുറിച്ച് പല വിഷയങ്ങൾ, ഓരോ വിഷയം നമ്മൾ ധ്യാനിക്കുമ്പോഴും അതിന്റെ പുറകിൽ പ്രവർത്തിച്ചത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള 18 അധികമായിട്ടുള്ള കാര്യങ്ങൾ ഈ അധ്യായത്തിൽ തന്നെ നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു. ഒന്നാമത്തെ വിഷയം എന്നെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് അകറ്റിയിരുന്ന വിഷയമാണ് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണം. എങ്ങനെയായിരുന്നു ഈ പാപവും മരണവും എന്നിലേക്ക് വരാനുള്ള കാരണം? ആദ്യ മനുഷ്യനായിരുന്ന ആദാം പാപം ചെയ്തു. അവന്റെ പാപത്താൽ സകലിലേക്കും പാപം വ്യാപരിക്കുവാനിടയായി, അതിൽ കൂടെ മരണം പ്രവേശിക്കുവാനിടയായി. അതിന്റെ 5-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഒരു വചനം വായിക്കുന്നു. അവിടെ നിന്ന് വായിച്ചോട്ടെ. 5-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം. അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിലേക്ക് കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്ത് മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. കണ്ടോ, ആദാമിന്റെ പാപം മൂലം, ആദാം ചെയ്ത പാപം നിമിത്തം സകല മനുഷ്യരിലേക്കും ആ പാപം ഇംപ്യൂട്ടാക്കപ്പെട്ടു. അവരിലേക്ക് വ്യാപരിക്കുമിടയായി. ആദാമ്യ ജനം പാപത്തിന്റെ കീഴിലാണ്. പാപം എന്തു ചെയ്തു? 23-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ വായിക്കുന്നു. 3-ന്റെ 23 എന്താ വായിക്കുന്നത്? ഒന്ന് വായിച്ചാട്ടെ. 3-ന്റെ 23-ാമത്തെ വാക്യം. അങ്ങനെ എല്ലാവരും പാപം ചെയ്ത് ദൈവത്തിന്റെ തേജസ്സിൽ നിന്ന് ആ വാക്യം ഒന്ന് വായിച്ചോട്ടെ. ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ്സില്ലാത്തവരായി എല്ലാവരും പാപം ചെയ്തു. ദൈവ തേജസ്സിൽ നിന്ന് അന്യപ്പെട്ടു പോയി. എന്റെയും നിങ്ങളുടെ